നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അല്പസമയ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായം 34 വാക്യമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: യേശു പറഞ്ഞു, ഇവർ ചെയ്തത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമുക്കറിയാം, ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു വാക്യമാണിതല്ലേ. യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞ 7 മൊഴികളിൽ 2ാമത്തെ മൊഴിയാണിത്. ക്ഷമയെക്കുറിച്ച് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കിയാലോ? ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ഒരു ചോദ്യം ചോദിച്ചു: അല്ലയോ ഗുരു, എനിക്ക് ക്ഷമ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എപ്രകാരമാണ് നാം മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതെന്ന് എനിക്കൊന്ന് പഠിപ്പിച്ചു തരാവോ എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു: ഓക്കെ, ശരി. നീ ആ റോസാപ്പൂവിനെ കണ്ടോ? അതിനെ ഒന്ന് ചെന്ന് അടർത്തിയെടുത്ത് ഒന്ന് ഞെരിച്ച് കളഞ്ഞു നോക്കൂ, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു: അതങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഞെരിച്ച് കളഞ്ഞാൽ വേറൊന്നും സംഭവിക്കില്ല, ആ പൂവ് നശിച്ചു പോകും, അല്ലാതെ അതിൽ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ഗുരു ചോദിച്ചു: ശരി ഉത്തരമാണ്, ആ പൂവ് നശിച്ചു പോകും. പിന്നെ അതിൻ്റെ ആ പൂർവ്വ ഭംഗിയിലേക്ക് അതിന് മടങ്ങി വരാൻ കഴിയാത്ത വിധം അത് നശിച്ചു പോകും. ഈ നശിക്കപ്പെടുന്ന പൂവ് ആ നശിപ്പിക്കുന്ന ആളോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യുന്നുണ്ടോ? എന്ത് റിയാക്ഷനാണ് ആ പൂവ് ആ നശിപ്പിക്കുന്ന ആൾക്ക് കൊടുക്കുന്നത്? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു: അതൊന്നും ചെയ്യുന്നില്ലല്ലോ, അതൊരു വസ്തുവല്ലേ, അല്ലെങ്കിൽ അതൊരു പുഷ്പമല്ലേ, അതിനെന്ത് പ്രതികാരം ചെയ്യാൻ കഴിയും? ഗുരു ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു: ഇത് തന്നെയാണ് ക്ഷമ എന്ന് പറയുന്നത്. ആ പൂവിനെ നാം ഞെരിച്ച് കളയുമ്പോൾ ആ പൂവിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഏറ്റവും നല്ല മണം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. ഒരിക്കലും അത് കത്തിയെടുത്ത് കുത്തുകയോ അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം തൻ്റെ ഏറ്റവും നല്ല വിശേഷണമായ മണം നമുക്ക് തരികയാണ് ചെയ്യുന്നത്, അല്ലേ? ഇത് തന്നെയാണ് ക്ഷമ. അപ്പോൾ ക്ഷമയെക്കുറിച്ച് നമുക്ക് നോക്കാം. യേശു എന്താണ് പഠിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു കോള് വരുന്നുണ്ട്. ആരാ നോക്കിയാലോ? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഇതെന്റെ പേര് ബോബി എന്നാണ്. ബോബി, എവിടെന്നാ വിളിക്കുന്നേ? നെയ്യാറ്റിൻകര. സുഖമായിരിക്കുന്നു ബോബി? ഓക്കെ, എന്ത് ചെയ്യുന്നു? പ്രവർത്തനമാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ചേട്ടൻ നമ്മൾ പ്രോഗ്രാം കാണാറുണ്ടോ? എന്നും കാണാറുണ്ട്. രാത്രി ഇപ്പൊ 11:00 ഓക്കെ, 11 മണിക്ക്. ഓക്കെ, വളരെ സന്തോഷം ചേട്ടാ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ ചേട്ടന് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: യോവാബ് യുദ്ധതന്ത്രം പ്രയോഗിച്ചത് എപ്പോഴാണ്? ഇതാണ് ചോദ്യം. ഞാൻ ഒന്നുകൂടെ വായിക്കാം. യോവാബ് യുദ്ധതന്ത്രം പ്രയോഗിച്ചത് എപ്പോഴാണ്? ശരി ഉത്തരമാണ്. തന്റെ മുൻപിലും പിൻപിലും സൈന്യം നിരന്നിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ. ഓക്കെ ചേട്ടാ, നമുക്ക് 2ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അതിനുമുമ്പായിട്ട് ചേട്ടൻ പറഞ്ഞു സുവിശേഷ പ്രവർത്തനമാണെന്ന്. എപ്രകാരമുള്ള പ്രവർത്തനമാണ് അതെന്ന് വെച്ചാൽ വചനം പറയുന്നതാണോ അതോ പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോകുന്നതാണോ, എങ്ങനെയാണ്? ഭവനങ്ങൾ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പോ ചർച്ചയിൽ നിന്ന് പോകുന്നതാണോ? അല്ലല്ല, സുവിശേഷ പ്രവർത്തനം. ഓക്കെ, സ്വമേധ പോകുന്നതാണ്. ഏത് ചർച്ചിലെ ആളാണ്? ചർച്ചിലെ ഒരു വിശ്വാസിയാണ്. ഓക്കെ, വിശ്വാസിയാണ്. ചർച്ച് ഇവിടെ റിവൈവൽ ഫയർലൈറ്റ് മിനിസ്ട്രി എന്നാണ് ചർച്ചിന്റെ പേര്. ഓക്കെ, അത് ശരി. അപ്പൊ യേശുവിനോട് ഇത്രയും ഇഷ്ടവും അടുപ്പവും തോന്നാനുള്ള റീസൺ എന്താണ്? എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
രോഗത്തു നിന്നൊക്കെ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ആഹാ. 4 തവണ മരണകരമായ രോഗത്തിൽ നിന്നൊക്കെ വിടുതൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ശരി. ഓക്കെ, അതിൽ നിന്നൊക്കെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചിട്ടുണ്ട് അല്ലേ? ഓ, ഡെങ്കിപ്പനി, മഞ്ഞനാവ്, ഇങ്ങനെ ഒത്തിരി മരണകരമായ രോഗങ്ങളിൽ നിന്നൊക്കെ വിടുതൽ കർത്താവ് തന്നു. ഓക്കെ ചേട്ടാ, ഓക്കെ. അപ്പം ഇനിയും ദൈവത്തിന്റെ സുവിശേഷവുമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം ശക്തി നൽകട്ടെ. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പൊ ചേട്ടന് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: എല്ലാ ഇസ്രായേൽ വീരന്മാരിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്ത് യോവാബ് ആർക്കെതിരെയാണ് അണിനിരത്തിയത്? ഓക്കെ ചേട്ടാ, ശരി ഉത്തരവാണ്, അരാമിയർക്കെതിരെ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഒരു നല്ല പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? ഓക്കെ, പാടിക്കോ ചേട്ടാ, 2 ലൈൻ. എന്റെ പ്രാണപ്രിയനെ, പ്രത്യാശകാരണനെ, വരവ് നനയ്ക്കുമ്പോ എനിക്ക് ആനന്ദമേറയുണ്ട്, എനിക്ക് ആനന്ദമേറയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറയുണ്ട്. ഹലോ ചേട്ടാ, നന്നായിട്ട് പാടിയേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പോ ബോബി ചേട്ടന് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ശേഷമുള്ള പടജനത്തെ യോവാബ് ആരെയാണ് ഏൽപ്പിച്ചത്? ഇതാണ് ചോദ്യം. ഉറപ്പാണോ? എങ്കിൽ ശരി ഉത്തരവാണ്, തന്റെ സഹോദരനായ അബീശായിയെ. ഓക്കെ, അപ്പോ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാലോ? ഓക്കെ, അപ്പോ ചേട്ടന് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: അബീശായി പടജനത്തെ ആർക്കെതിരെയാണ് അണിനിരത്തിയത്? അബീശായി പടജനത്തെ ആർക്കെതിരെയാണ് അണിനിരത്തിയത്? അമ്മോനിയർക്കെതിരെ. ശരി ഉത്തരവാണ് ചേട്ടാ, അമ്മോനിയർക്കെതിരെ. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിന് ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. ഹാപ്പി ആയോ? ഓക്കെ, അപ്പൊ നമ്മളെ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചേട്ടാ. ഇപ്പോൾ നമ്മളെ വിളിച്ചിരുന്നത് ബോബി ചേട്ടനായിരുന്നു. വളരെ നല്ല കോളായിരുന്നു. ചേട്ടൻ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ചെറിയ ആ ഒരു കഥയിലേക്ക് മടങ്ങി വരാം അല്ലേ? അപ്പോൾ റോസാപ്പൂവ് തന്നെ ഉപദ്രവിക്കുന്നവർക്ക്, നശിപ്പിച്ച് കളയുന്നവർക്ക് താൻ നൽകുന്നത് വെറുമൊരു തൻ്റെ സുഗന്ധം മാത്രമാണ്. വേറെ ഒരു പ്രതികാരമോ ആ റോസാപ്പൂവ് ചെയ്യുന്നില്ല. ഇതേ സുഗന്ധം തന്നെയാണ് നമ്മുടെ യേശു നമുക്ക് തന്നത് അല്ലേ? ക്രൂശിക്കപ്പെടുമ്പോൾ, തന്നെ ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോൾ, തനിക്ക് മുറിവേൽക്കുമ്പോൾ, വേദന കൊണ്ട് പിടയുമ്പോൾ, ദാഹിക്കുമ്പോൾ ഒക്കെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ദേഹത്തേക്ക് ആരുടെയെങ്കിലും തുപ്പലൊന്ന് വീഴുകയാണെങ്കിൽ നമുക്ക് ദേഷ്യം വരുമല്ലേ? ഓടിച്ചെന്നതിനെ കഴുകിക്കളയാനുള്ള മാർഗമായിരിക്കും നമ്മൾ ആദ്യം നോക്കുക. നമുക്കൊരു അറപ്പുളവാക്കുന്ന ഒന്നാണ് ഒരാളുടെ തുപ്പൽ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുക എന്നുള്ളത്. യേശുവിനെ അവർ എത്ര പ്രാവശ്യം മുഖത്ത് ആഞ്ഞു തുപ്പി എന്നുള്ളത് നമ്മുടെ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലും യേശു നമുക്ക് വേണ്ടി ക്ഷമിച്ചു, നമുക്ക് വേണ്ടി സഹിച്ചു എന്നുള്ളതാണ്. ആ യേശുവിനെ നമുക്ക് നമ്മുടെ ഹീറോ ആയിട്ട് ഏറ്റെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ക്ഷമയുടെ ഏറ്റവും നല്ല പാഠം നമ്മുടെ യേശുവിൽ നിന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വേറൊരു കോള് വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ രജനി ജോൺ എന്ന് പറയും, കോഴിക്കോട് നിന്ന്. ഓക്കെ, കോഴിക്കോട് നിന്നാണ്. ഓക്കെ ആൻറ്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് പിള്ളേരൊക്കെ ഒരു സ്ഥലത്താണ്. ഓക്കെ ആൻറ്റി, എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആൻറ്റി? വീട്ടില് 3 മക്കളാണ്. 3 മക്കളും ഞാനും ഹസ്ബൻഡും, ഞങ്ങൾ 5 പേര്. മൂത്താള് മാരേജ് കഴിഞ്ഞ് 2 പേര് ജോലി സ്ഥലത്താണ്. ഓക്കെ ആൻറ്റി, അപ്പം ഹാപ്പി ആയിട്ട് പോകുന്നു. അതെ. ഓക്കെ ആൻറ്റി, അപ്പോ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഇല്ല, അറിയില്ലല്ലോ. ആണോ? അപ്പോ ഇനി മുതൽ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ 4 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. അപ്പോൾ അതിന് ശരി ഉത്തരം നൽകുക. ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്.
ഓക്കെ ആന്റി. ഓക്കെ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അതെ. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. യോവാബും അബീശായിയും തമ്മിലുള്ള കരാർ എന്തായിരുന്നു? അതായത് യോബാബിന് നേരെ അമോന്യർ പ്രാബല്യം പ്രാപിച്ചാൽ ആ അബീശായി സഹായിക്കണമെന്നും, ആ അബീശായിയുടെ നേരെ ആ അമോനിയ. അമോന്യർ പ്രാബല്യം പ്രാപിച്ചാൽ യോബാബ് സഹായിക്കണം കരാറ്. ശരി ഉത്തരവാണ് ആന്റി. അരാമിയർ യോബാബിന് നേരെ പ്രാബല്യപ്പെട്ടാൽ അബീശായി സഹായിക്കണം. അമോനിയർ അബീശായിക്കെതിരെ പ്രാബല്യപ്പെട്ടാൽ യോബാബ് സഹായിക്കും. ഓക്കെ, ശരി ഉത്തരവാണ് കേട്ടോ ആന്റി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ. അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ ജനത്തിനും ദൈവത്തിന്റെ പട്ടണങ്ങൾക്കും വേണ്ടി എന്തു ചെയ്യുവാനുള്ള ആഹ്വാനമാണ് യോവാബ് നടത്തിയത്? ഇതാണ് ചോദ്യം. ഒന്നുകൂടെ വായിക്കണോ ആന്റി? ഓക്കെ. അതായത് നമ്മുടെ ദൈവത്തിന്റെ പട്ടണങ്ങൾക്ക് വേണ്ടി ജനത്തിന് വേണ്ടിയും പുരുഷത്വം കാണിക്കുക. ശരി ഉത്തരവാണ് ആന്റി, പുരുഷത്വം കാണിക്കുവാൻ. ഓക്കെ, അപ്പോ ആന്റി പാട്ട് പാടാറുണ്ടോ? പാട്ട് ചർച്ചിലൊക്കെ പാടും. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു രണ്ടുപേരും നമുക്ക് വേണ്ടി പാടാവോ? നല്ലവൻ നല്ലവൻ എന്റെ യേശു എന്നും നല്ലവൻ, ദുഃഖകാലത്തും സുഖകാലത്തും എന്റെ യേശു നല്ലവൻ, ദുഃഖകാലത്തും സുഖകാലത്തും എന്റെ യേശു നല്ലവൻ. ഹലോ ആന്റി. ഓക്കെ, നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. യോവാബും കൂടെയുള്ള ജനവും അരാമ്യരോട് യുദ്ധത്തിന് അടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതാണ് ചോദ്യം. യോവാബും കൂടെയുള്ള ജനവും അരാമ്യരോട് യുദ്ധത്തിന് അടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? അരാമ്യർ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി, യോബാബിന്റെ മുന്നിൽ നിന്ന് ഓടിപ്പോയി. ശരി ഉത്തരവാണ് ആന്റി, അവർ അവന്റെ മുൻപിൽ നിന്ന് ഓടി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോ ചോദിക്കട്ടെ, ടെൻഷൻ ഉണ്ടോ? ഇല്ല, ബൈബിളിൽ നോക്കി പറയല്ലേ, ടെൻഷൻ ഒന്നുമില്ല. ഓക്കെ ആന്റി, അപ്പോൾ ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. അരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അബീശായിയുടെ മുൻപിൽ നിന്ന് ആരാണ് ഓടിപ്പോയത്? അബീശായിയുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയി. ശരി ഉത്തരവാണ് ആന്റി, അമോന്യർ. ഓക്കെ ആന്റി, അപ്പോൾ നമ്മളെ ഇനിയും വിളിക്കാനായിട്ട് ശ്രമിക്കുക, നമ്മുടെ പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ ആന്റി. നമ്മളിപ്പോൾ വിളിച്ചത് രജനി ചേച്ചിയായിരുന്നു. ചേച്ചി വളരെ സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ ഇനിയും നമ്മൾ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ചിന്തയിലേക്ക് കടന്നു വരാം. യേശു ക്രൂശിൽ കിടന്ന് ഇത്രയും വേദന എടുത്ത സമയത്തും അദ്ദേഹം നമുക്ക് വേണ്ടി, അദ്ദേഹത്തെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഈ റോസാപ്പൂ ചെയ്ത അതേ കാര്യം തന്നെ. നമ്മുടെ ദോഷമല്ല, നമ്മുടെ നന്മയായിരുന്നു അവിടെ കിടന്നപ്പോൾ പോലും യേശു ആഗ്രഹിച്ചത്. അതിന് ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമായിരുന്നു ആ പ്രാർത്ഥന. യേശുവിൻ്റെ രണ്ടാമത്തെ മൊഴി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് പിതാവേ, അവരോട് ക്ഷമിക്കണമേ. ഇത്രയും ഉപദ്രവിച്ചപ്പോഴും അദ്ദേഹം അവരോട് കാണിച്ചത് ഈ ഒരു സ്നേഹവചനം മാത്രമായിരുന്നു. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട, അതായത് ക്ഷമ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വചനഭാഗമുണ്ട്, വേദഭാഗമുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുപാട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഇത് സോഫിയാണ്, ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കാം. സോഫി. ഓക്കെ ചേച്ചി, എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യാം. ഓക്കെ ചേച്ചി, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, മക്കള്, പപ്പ, അമ്മ എല്ലാരും ഉണ്ട്. ഓക്കെ ചേച്ചി, മക്കൾ എത്രയിലാ? മൂത്തവൻ 7ാം ക്ലാസ്സില്, രണ്ടാമത്തെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ ചേച്ചി, അപ്പൊ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു അല്ലേ?
അതെ, ഹാപ്പി ആയിട്ട് പോകുന്നു. ആഹാ, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ, ഇഷ്ടമാണോ ചേച്ചി? ഇഷ്ടമാണ്. ഓക്കെ ചേച്ചി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആ, ഓക്കെ. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: രഥങ്ങളെയും കുതിരപ്പടയാളികളെയും എന്ത് കൂലി കൊടുത്താണ് വാങ്ങിയത്? ഇതാണ് ചോദ്യം. ക്ലിയർ ആയോ ചേച്ചി? ഒന്നുകൂടെ വായിക്കണോ? ഒന്നുകൂടെ വായിച്ചേ. രഥങ്ങളെയും കുതിരപ്പടയാളികളെയും എന്ത് കൂലി കൊടുത്താണ് വാങ്ങിയത്? 1000 താലന്ത് വെള്ളി കൊടുത്ത്. ഉറപ്പാണോ? ഉറപ്പാണ്. 1000 ആണോ 2000 ആണോ? 1000. ഉറപ്പാണ്. ഉറപ്പാണ്. അപ്പൊ ശരി ഉത്തരവാണ് ചേച്ചി, 1000 താലന്ത് വെള്ളി. ഓക്കെ. അപ്പൊ ചേച്ചിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: മയഖയിൽ നിന്നും കൂലിക്കെടുത്തത് എന്താണ്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാമോ? മയഖയിൽ നിന്നും കൂലിക്കെടുത്തത് എന്താണ്? 32,000 രഥങ്ങളെയും ആ മഹേഷ രാജാവിന്റെ ആ അവന്റെ സൈന്യത്തെയും. ശരി ഉത്തരവാണ് ചേച്ചി, 32,000 രഥങ്ങളെയും മയഖ രാജാവിനെയും അവന്റെ സൈന്യത്തെയും. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ. അതിനു മുൻപായിട്ട് ബൈബിള് വായിക്കാറില്ലേ? തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരാണ്? പ്രവാചകന്മാരിലോ അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാരിലോ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? അബ്രഹാം പിതാവ്. അബ്രഹാം. എന്തുകൊണ്ടാ? സ്വന്തം മകനെ ദൈവത്തിന് കൊടുക്കാൻ കാണിച്ച ഒരു ധൈര്യം. ഓക്കെ, അപ്പോ ഇത്രയും പ്രായം ചെന്നിട്ട് കിട്ടിയ 100ാമത്തെ വയസ്സിൽ കിട്ടിയ ഒരു കുഞ്ഞാണല്ലേ? അപ്പോ ദൈവം അവനെ യാഗം ചെയ്യാൻ പറഞ്ഞപ്പോ പൂർണ്ണ മനസ്സോടെ ദൈവം തന്ന നന്മയാണ്, ദൈവത്തിന് വേണമെങ്കിൽ തിരിച്ചെടുത്തോട്ടെ എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ യാഗം ചെയ്യാൻ വിശ്വാസത്തോടെ പുറപ്പെട്ട ഒരു പിതാവായിരുന്നു അബ്രഹാം പിതാവ് അല്ലേ? അപ്പോ അബ്രഹാം പിതാവ് തന്റെ മകന്റെ മാത്രമല്ല മുഴുവനും ഒരുപാട് നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഒരു പിതാവാക്കി അല്ലേ ദൈവം മാറ്റി, വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി എന്നുള്ളതാണ്. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ചേച്ചിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: മയഖ രാജാവും സൈന്യവും രഥങ്ങളും എവിടെയാണ് പാളയം അടിച്ചത്? ഇതാണ് ചോദ്യം. ഒന്നുകൂടെ വായിക്കാൻ ചേച്ചി: മയഖ രാജാവും സൈന്യവും രഥങ്ങളും എവിടെയാണ് പാളയം അടിച്ചത്? ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ ശരി ഉത്തരവാണ് ചേച്ചി, മെദേബയ്ക്ക് മുൻപിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ചേച്ചിക്ക് പാടാൻ ഇഷ്ടമാണോ? പാടത്തില്ല. ഓക്കെ, സാരില്ല കേട്ടോ. അപ്പോ അടുത്ത അവസാനത്തെ ചോദ്യത്തിലോട്ട് പോട്ടെ. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: അമ്മോന്യരും അവര് കൂലിക്കെടുത്തവരും യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ദാവീദ് എന്താണ് ചെയ്തത്? അമ്മോന്യരും അവര് കൂലിക്കെടുത്തവരും യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ദാവീദ് എന്താണ് ചെയ്തത്? യോവാബിനെയും വീരന്മാരുടെ സർവ്വ സൈന്യത്തെയും അയച്ചു. ശരി ഉത്തരവാണ് ചേച്ചി, യോവാബിനെയും വീരന്മാരുടെ സർവ്വ സൈന്യത്തെയും അയച്ചു. ഓക്കെ ചേച്ചി, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുവാണ്. ഓക്കെ, ഇനി നമ്മളെ വിളിക്കുമല്ലോ? തീർച്ചയായിട്ടും വിളിക്കും. ഓക്കെ, വിളിക്കണം, നമ്മുടെ പ്രോഗ്രാം കാണണം കേട്ടോ. ഓക്കെ ചേച്ചി, ബൈ. ബൈ. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് സോഫി ചേച്ചിയായിരുന്നു. ഇന്ന് നമുക്ക് 2 പുതിയ കോളേഴ്സിനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ചാപ്റ്ററിലേക്ക് കടന്നു വരാം കേട്ടോ. യേശുവിനോട് പത്രോസ് ഒരു ഡൗട്ട് ചോദിക്കാനായിട്ട് ഇടയായി ഒരു ദിവസം. യേശുവേ, എന്നോട് എൻ്റെ സഹോദരൻ പിഴച്ചാൽ അവനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ അതോ 7 പ്രാവശ്യം മതിയാകുമോ? അപ്പോൾ യേശു അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്: നിന്റെ സഹോദരൻ നിന്നോടൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ നീ 7 അല്ല 70 വട്ടം നീ അവനോട് ക്ഷമിക്കണം. കാരണം
നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ അത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ക്ഷമിച്ചു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതേ ഗുണം, അതേ വിശേഷണം ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ നാം നമ്മുടെ സഹോദരനോട് എത്രത്തോളം ക്ഷമിക്കുന്നു, എത്രത്തോളം അവരെ സ്നേഹിക്കുന്നു, അപ്രകാരമായിരിക്കും, ആ ഒരു അളവ് നൂലിലുമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു അളവിലും തൂക്കത്തിലുമായിരിക്കും പിതാവായ ദൈവം നമ്മുടെ അകൃത്യവും ക്ഷമിച്ചു തരുന്നത്. ഇത് തന്നെയാണ് ദൈവം യേശു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിലുമുള്ളത്. നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ പിതാവേ നമ്മുടെ കടങ്ങൾ നമ്മളോടും ക്ഷമിക്കണമേ എന്നുള്ളത്. ഈ പ്രാർത്ഥന പ്രാവർത്തികമാവണമെങ്കിൽ നാം നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കേണ്ടത്, അവരുടെ തെറ്റുകൾ പൊറുക്കേണ്ടത് അനിവാര്യമാണ്. യേശുവിനെ പോലെ, ആ റോസാപ്പൂവിനെ പോലെ നമുക്കും മറ്റുള്ളവർക്ക് സുഗന്ധം നൽകി അവരുടെ തെറ്റുകളെ നന്നായി ക്ഷമിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട മക്കളായി മാറാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.